വെൽക്കം ടു മൈ കിച്ചൺ. നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്താലോ? സ്റ്റോറേജ് ഓർഗനൈസേഴ്സ് വാങ്ങിച്ചു. ഡിഫറെൻറ്റ് കളേഴ്സ് ആകുമ്പോൾ ആക്ച്വലി ഇത് നമ്മുടെ വേറെ ഷെൽഫിൽ വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ച് കിച്ചണിൽ ഉപയോഗിച്ചാലോ. അത് കാറ്റഗറൈസ് ചെയ്ത് വയ്ക്കാം. സ്പൂൺസൊക്കെ അത്യാവശ്യം വലിയ വലിയ തവികൾ കോരുന്നത് ഒരുമിച്ച്. വാഷബിളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അത് നമുക്ക് സോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കും. അത് ബ്യൂട്ടിഫുള്ളി നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഫോർക്ക്, സ്പൂൺസ്, വുഡൻ സ്പാച്ചുലാസ്, സ്റ്റീൽ സ്പൂൺസ്, പിന്നെ നമ്മൾ താഴത്ത് നമ്മൾ കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്ത് സ്ട്രോസ്, നമ്മൾ ഓയിലി സാധനങ്ങൾ എടുക്കുന്നത്, അതായത് അരിപ്പകൾ, ഇതൊക്കെ. സോ മെയിനായിട്ട് നമ്മൾ കുറച്ച് അത്യാവശ്യം നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എളുപ്പമാണ് നമുക്ക് എടുക്കാനായിട്ടൊക്കെ. സോ നമുക്ക് വേണ്ടവർക്ക് ഇവിടെ എഴുതി ഒട്ടിക്കുകയൊക്കെ ചെയ്യാം നെയിംസൊക്കെ. അപ്പോൾ ലൈക്ക് ദിസ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ച്, അതായത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അടുക്കി വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് കരുതുന്നു. ഓരോരുത്തരുടെ ഓർഗനൈസിങ് എബിലിറ്റി അനുസരിച്ച് ഇത് അതിൻ്റെ അടപ്പുകൾ മാത്രം ട്യൂബറായിട്ട് വെച്ചു. അതിൻ്റെ ചിപ്പുകൾ, ഇത്തരത്തിലുള്ള അടപ്പുകളുള്ളത് സെപ്പറേറ്റ് ആയിട്ട്, അങ്ങനെ അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും എടുക്കാനായിട്ട്. മഴ ഉണ്ടാവുമോ? Welcome home. Thanks for. What are you doing? What are the... Yeah, surprise. What? Mom, this is the funniest word in the movie, the Broadway show. Just to keep. Mom, I'm gonna color mine. Yes, that's me. But I paint this on. വീഡിയോ അല്ല ഇത്. പാത്രത്തിൻ്റെ അടപ്പുകൾ ജസ്റ്റ് ഓർഗനൈസ് ചെയ്ത് ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ഇത് വീഴാത്ത രീതിയിൽ നമുക്ക് പൊട്ടാതെ പെട്ടെന്ന് എടുക്കാനും ഹാൻഡി ആയിട്ട് വയ്ക്കാൻ സാധിക്കും. കട്ട് ചെയ്യും എല്ലാ സാധനം. ഞാൻ എടുക്കാമല്ലോ. കുഞ്ഞിനെ ഞാൻ ഉണ്ടാക്കി തരാവേ. 2 seconds. Oh, okay, there you go.
ദിസ് ഇസ് കോൾഡ് വിൻഡ് ചൈം എന്ന് പറയുന്ന പുറത്താണ് നമ്മളിങ്ങനെ കാറ്റടിക്കുന്ന സ്ഥലത്ത് നമ്മളിടുന്നത് വിൻഡ് ചൈം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചു. ദുബായിലേക്ക് പോയിട്ട് പോകുന്നു. നമുക്ക് ഇതിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും ഇതെവിടെ നമുക്ക് അങ്ങോട്ട് മാറ്റിയാലോ. അപ്പോൾ അവസാനം ഇങ്ങനെ വയ്ക്കും. The surprise thingy is coming. ഇത് പാലക്ക് മുറുക്ക് മാംഗ്ലൂർ സ്പെഷ്യലാണ്. പക്ഷെ നമുക്ക് നാട്ടിലും കിട്ടും. മാംഗ്ലൂർക്ക് ഇത് വാങ്ങിക്കാറുണ്ട്. എനിക്കൊരു ഇഷ്ടമായിരുന്നു ഈ ടേസ്റ്റ്. നമ്മുടെ സാധാരണ മുറുക്കുകളിലും വ്യത്യാസമുണ്ട്, എന്തൊരു വ്യത്യാസമുണ്ട് ഇതിന്. ഇത് വളരെ ലൈറ്റാണ് കേട്ടോ. നമുക്ക് ഇത് വളരെ കുഞ്ഞിതാണ്. നമ്മുടെ നാട്ടിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വലുതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വലുതുമുണ്ട്, വലിയ സൈസും മാംഗ്ലൂർ ഇച്ചിരി കിട്ടിയായിരുന്നു. പക്ഷേ അത് വളരെ തിന്ന് നമ്മുടെ മുറുക്കിനേക്കാളും കടിക്കാനായിട്ടിത് നല്ല എളുപ്പം ഉണ്ടോ. അത് കടിക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. വളരെ തിന്നാണ്, ലൈറ്റാണ്. നമുക്ക് കഴിക്കാൻ പല്ലിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ എളുപ്പമുള്ള ഒരു സ്നാക്ക്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അതിന് മാത്രമല്ല എല്ലാവർക്കും അതിനാണ് കൂടുതൽ എടുത്തുകൊണ്ട് പോകുന്നത്. പാലക്ക് മുറുക്ക് സ്നാക്ക് റെഡി. ചായയുടെ കൂടെ സ്പൈസി ഉണ്ട്. കുറച്ച് മതി അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കണ്ടുമുട്ടാമേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ.